വടവൂട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ്, അതേപോലെ തന്നെ ഐക്യനാട് മുൻ പഞ്ചായത്ത് മെമ്പർ ജീൽ മാവേലി, അതേപോലെ തന്നെ മഴൂന്നൂർ പഞ്ചായത്തിലെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച രഞ്ജു പുളിഞ്ചോടൻ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ BJP ബന്ധത്തിൻ്റെ പേരിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് നമ്മുടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കുന്നു. റസീന പരീദ് നിങ്ങളോട് സംസാരിക്കും. വടവൂട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ്, ഐക്യനാട് മുൻ പഞ്ചായത്ത് മെമ്പർ ജീൽ മാവേലി, മഴൂന്നൂർ പഞ്ചായത്തിലെ 2020 കോർഡിനേറ്ററായിരുന്ന രഞ്ജു പുളിഞ്ചോടൻ ഇവരാണ് ആദ്യഘട്ടത്തിൽ നിന്ന് രാജിവെച്ച് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമായി നിങ്ങളുടെ മുന്നിൽ പത്രസമ്മേളനത്തിൽ എത്തിയിരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് റസീന പരീദ്. ഞാൻ വടവൂട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ 2020 ഈ ഒരു നിലപാടിനെ ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. 2020 BJP ബന്ധം ആദ്യകാലങ്ങളിൽ ഇതുപോലൊരു ബന്ധത്തിനെ കുറിച്ചൊരു സൂചനയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും ഇത് നമുക്കൊരു തെളിയിക്കപ്പെടാത്ത അസംഷനായിട്ട് മാത്രം ഞങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ അന്ന് അതിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കാതിരുന്നത്. ഇപ്പോൾ നമുക്കത് ലൈവായിട്ട് കാണാൻ പറ്റി. ആ രീതിയിൽ ഞങ്ങൾക്കിത് തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ 2020 പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ട് ഞങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇറങ്ങി വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇപ്പം നിലവിലുള്ള പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളടക്കം മുൻ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഒട്ടനവധി പേര് പാർട്ടിയിൽ നിന്നും രാജിവെക്കാനായിട്ട് തീരുമാനമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും കൂട്ടരാജി തന്നെ പ്രതീക്ഷിക്കാം. കാരണം അവർക്ക് ഒരു പരസ്പരമായിട്ടുള്ളൊരു മീറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചർച്ചകൾക്കോ അവർക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ കൂട്ടമായിട്ടാണ് അവർ വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. എതിർപ്പും ഒക്കെയുള്ള സമാന നിലപാടുള്ള ധാരാളം പേർ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ആയിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരും വരും ദിവസങ്ങളിൽ വരുമെന്നാണ് കരുതുന്നത്. അവരും വരും ദിവസങ്ങളിൽ വരും. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു ലയനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു നിലപാട് പാർട്ടിയുടെ പ്രസിഡന്റ് എടുത്തപ്പോൾ അതിൽ പ്രവർത്തിക്കാനായിട്ട് താല്പര്യമില്ല, തുടർന്ന് ഇനി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ ഒട്ടനവധി പേര് നമ്മളെ വിളിച്ചെന്നെല്ലാം അറിയിക്കുകയുണ്ടായി. അതെ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പറയുന്നത് തന്നെ ഇതിപ്പോൾ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടാണ് ഇപ്പോൾ 2020 അവർ കാണുന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ലോയൽറ്റി കാർഡ് എന്നുള്ള ഒരു കാർഡ് വേണ്ടിയിട്ടൊരു സർവേ നടക്കുകയുണ്ടായിരുന്നു. ഈ സർവേയിൽ നമ്മുടെ ജാതി മതം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു കോളുണ്ടായി. പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് അത്രയായിട്ട് ചിന്തിച്ചില്ല ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന്. ഇപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ഇതൊരു റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഭാഗമായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി തന്ന ഒരു കോളാണ്. ഇത്രയും ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോളം ഉണ്ടാക്കിയത്. അതല്ലെങ്കിൽ പിന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നതിന് ജാതി മതം മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. യെസ്, ലോയൽറ്റി കാർഡ് കൊടുക്കുന്നത് ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷയുടെ ഒപ്പം തന്നെ മറ്റുള്ള ആനുകൂല്യങ്ങൾ കിട്ടും എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്. ഹോസ്പിറ്റലിൽ, അതുപോലെ തന്നെ ടെക്സ്റ്റൈല്, ജ്വല്ലറി, മെഡിക്കൽ ഷോപ്പ്, ഇതുപോലുള്ള പാലിന് സബ്സിഡി, ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ രീതിയിലും നമ്മൾക്ക് സബ്സിഡി ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു കാർഡാണ് എന്നുള്ള രീതിയിലാണ് ജനങ്ങളെ സമീപിച്ചത്. അങ്ങനെ ഒരു സർവേയാണ് നടത്തിയത്. സർവേയുടെ ഭാഗമാവാൻ ഞങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സർവേയുടെ പേപ്പറിലാണ് ഇതുപോലെ ജാതി മതമൊക്കെ മെൻഷൻ ചെയ്തിട്ട് അവരങ്ങനെ ഒരു കോളം റെഡിയാക്കി വെച്ചത്. താങ്കൾ ഒരു പ്രധാനപ്പെട്ട പദവി വഹിച്ച ആളാണ്. തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ളവരോടൊക്കെ എന്തെങ്കിലും ഒരു ആശയവിനിമയോ കമ്മ്യൂണിക്കേഷനോ ഇതിന്റെ സംബന്ധിച്ച ചർച്ചയോ എന്തെങ്കിലും നടത്തിയിരുന്നോ? ഒന്നുമില്ല. ഇതിപ്പോൾ TV യിൽ ന്യൂസ് വരുമ്പോഴാണ് ഞങ്ങൾ അറിയണത്.
ഞങ്ങളെപ്പോലുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് പാർലമെൻ്ററി ബോർഡ് മെമ്പേഴ്സിനോടൊന്നും അവർക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരു സംവിധാനം നടക്കുന്നതും ഇങ്ങനെ ഒരു കൂടിച്ചേരലിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അവർക്കറിയില്ല. അവർ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്ത് അപ്രതീക്ഷിതമായി പോവുകയായിരുന്നു. അങ്ങനെയായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഇന്ന് കണ്ടത് അവർ കുറച്ച് പേര് മാത്രം തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ മറ്റുള്ളവരാരും സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആവാൻ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർഡ് കമ്മിറ്റികളായിക്കോട്ടെ, വാർഡ് പ്രസിഡന്റുമാരായിക്കോട്ടെ, ഈവൻ ജനപ്രതിനിധികളായിക്കോട്ടെ, ഇവർക്ക് ആർക്കും ഒരു അറിവില്ല. എന്തായിരിക്കും ഈ തീരുമാനത്തിന് പിന്നിൽ? അതായത് ഇത്രയും കാലം ഒരു സ്വതന്ത്ര മേഖലയായിരുന്നു, ഒരു മതേതര നിലപാടായിരുന്നു. അപ്പോൾ എന്തായിരിക്കും ഒരു ലക്ഷ്യം എന്നാണ് കരുതുന്നത്? ലക്ഷ്യം ഇവര് ആദ്യകാലങ്ങളിൽ എവിടെയും നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ സ്പീച്ച് നടത്തുമ്പോൾ തന്നെ പറയുന്നത് 2020 ഇടതിലേക്കില്ല വലതിലേക്കില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ലയിക്കണം എന്ന് തോന്നിയാൽ അന്ന് 2020 പിരിച്ചുവിടും എന്നുള്ളൊരു പ്രസ്താവനയാണ് പാർട്ടി പ്രസിഡന്റ് കൈക്കൊണ്ടത്. പക്ഷെ ആ നിലപാടിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നിലപാടാണ് ഇന്നലെ നമ്മൾ ന്യൂസിലെല്ലാം കണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ BJPയിലേക്ക് ലയിക്കുക, അതായത് ഇവിടുന്ന് ഒരു BJPക്ക് റിക്രൂട്ടിംഗ് ഏജൻസി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പ് നമ്മുടെ ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞു എങ്കിൽ പോലും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്കത് വ്യക്തത വന്നത്. ഇതിനു മുമ്പ് പറഞ്ഞ ആളുകൾ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. ഇത് ജനക്ഷേമ രാഷ്ട്രീയമാണ്. ഇതിൽ പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി നിലകൊണ്ടൊരു പ്രസ്ഥാനമാണ് എന്നെല്ലാം ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ മറ്റുള്ള ആൾക്കാർക്ക് ഭവിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഈ 5 വർഷവും നമ്മൾ അതിൽ നിന്ന് പ്രവർത്തിച്ചതും അതിനൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിലാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു നിലപാട് സാബു M ജേക്കബ് എടുത്തതും നമ്മളെപ്പോലെയുള്ള കുറച്ച് ജനപ്രതിനിധികൾ ഒട്ടനവധി ഇനി വരും ദിവസങ്ങളിൽ കൂട്ടത്തോടെ വരാനിരിക്കുന്നു. ഈ ലോയൽറ്റി കാർഡുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ജാതി മതം സർവേ നടത്തിയത് നേരത്തെ തന്നെ BJP ആയിട്ട് അവർ ചേരുന്നു എന്നുള്ളതിന്റെ ഒരു അംഗീകാരത്തിന്റെ ഭാഗമായിട്ടാണെന്നാണോ നിങ്ങൾ? അത് ഇപ്പം നമുക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും അതേ കരുതുന്നത്? ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു പാവങ്ങളായ ആളുകൾക്ക്, അതല്ലെങ്കിൽ നമ്മുടെ വാർഡിലെ ഒരു കുറച്ച് ആളുകൾക്ക് ഒരു ഭക്ഷ്യസുരക്ഷയുടെ കാർഡോ അതല്ലെങ്കിൽ ആനുകൂല്യത്തിന്റെ എന്തെങ്കിലും കാർഡ് കൊടുക്കണമെങ്കിൽ എന്തിനാണ് ജാതി മതം നോക്കുന്ന ആവശ്യം? എന്താണ്? BJP നേതാക്കളാരെങ്കിലും ഉപദേശിച്ച പ്രകാരം ചെയ്തതാണെന്ന് കരുതുന്നത്? അല്ല, അതും ആയിരിക്കാം. അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സർവേക്ക് ഒരു കോളത്തിന്റെ ആവശ്യമുണ്ടോ? നമ്മളൊരു റേഷൻ കാർഡോ ഒരു ആധാർ കാർഡോ അല്ല ഇത് കൊടുക്കുന്നത്, ഒരു ലോയൽറ്റി കാർഡാണ്. പാവങ്ങളായ ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നതാണ്. അവരുടെ ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് അവരിറക്കിയേക്കുന്ന ഒരു കാർഡാണെന്നാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ഈ കോളത്തിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തത് എന്തിനാണ് അവര്? അങ്ങനെ സർവേ നടത്തിയതിനു ശേഷം അതിൽ അങ്ങനെ പ്രത്യേക വിഭാഗക്കാരെ ഒഴിവാക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തായിട്ട്? വിഭാഗക്കാരെ പക്ഷെ കാർഡ് ആർക്കും കൊടുത്തിട്ടില്ല. ഇങ്ങനെ സർവേ നടത്തിയിട്ടേ ഉള്ളൂ. ഭക്ഷ്യ മാർക്കറ്റ് ഡിസംബർ 20-ാം തീയതി തുറക്കുമെന്ന ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു ഇലക്ഷന് മുമ്പ്. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം അവിടെ തുറന്നിട്ടുണ്ട്. പക്ഷെ സബ്സിഡി ആനുകൂല്യങ്ങളില്ല. പച്ചക്കറി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഗ്രോസറി ഐറ്റംസുകൾ ഒന്നും തന്നെ ഇല്ല, സബ്സിഡി ഇല്ല എന്ന് തന്നെയാണ് അറിഞ്ഞത്. പറഞ്ഞൊരു കാര്യം, ആശയപരമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ 1-2% വിട്ടുപോകും. അത് പാർട്ടിയെ ബാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ബാധിക്കില്ല എന്നുള്ളതാണോ? ഇല്ല, അതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. എങ്ങനെ ബാധിക്കാതിരിക്കും? പാർട്ടിയെ ബാധിച്ചുകൊണ്ടാണല്ലോ ഞാൻ, അതുപോലെ ജീൽ മാവേലി, ഇതുപോലെ തന്നെ ഇന്നിപ്പോ കുന്നത്താട് പഞ്ചായത്തിന്റെ കമ്മിറ്റി അംഗങ്ങള്, അവിടെ തന്നെ മത്സരിച്ച വ്യക്തി, അവരൊക്കെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരത്തെ ഒരു മീറ്റിങ്ങിന് ശേഷം ഞങ്ങളും വരുന്നുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ആശയപരമായി യോജിച്ചില്ല എങ്കിൽ പിന്നെ എങ്ങനെയാ അവർക്കത് ഇങ്ങനെയൊക്കെ പറ്റുന്നത്? എങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഇപ്പോഴും അവരുടെ തരം നിൽക്കണ്ടേ? അങ്ങനെ പ്രശ്നമില്ല എന്ന് മഴവിന്നൂർ പഞ്ചായത്തിലും പറഞ്ഞു. പക്ഷെ മഴവിന്നൂർ പഞ്ചായത്തിന്റെ ഭരണം കൈവിട്ടു പോയില്ലേ? നേരത്തെ 2020 കുറച്ച് പ്രവർത്തകരൊക്കെ BJP ചേർന്നിട്ടുണ്ടായിരുന്നു ഒരു 6 മാസം മുൻപൊക്കെ. അതും അതിന്റെ ഒരു തുടർച്ചയാണോ ഇപ്പോ പൂർണ്ണമായിട്ടും അങ്ങോട്ട് പോയത്? അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത്. ഇതിപ്പോ പെട്ടെന്നുണ്ടായ തീരുമാനമല്ല, നേരത്തെ പെട്ടെന്ന്
പറയാൻ? പെട്ടെന്നൊരു തീരുമാനത്തിൽ ഒരു സുപ്രഭാതത്തിൽ പോയി ജോയിൻ ചെയ്തു എന്ന് നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ കൃത്യമായ അജണ്ട ഉണ്ടാവും. അവർ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ആ ചർച്ചയുടെ പ്രകാരമാണ് ഈ സർവേ നടത്തിയെന്ന് പോലും സംശയിക്കപ്പെടുന്നു. സാബു ജേക്കബിന്റെ ബിസിനസ് താല്പര്യങ്ങളാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്, ജനങ്ങളെ വഞ്ചിച്ചുവെന്നാണ് ഇന്നലെ മറ്റു പാർട്ടികളിലേക്ക് നേതാക്കൾ പറഞ്ഞത്. അങ്ങനെയാണ്. വോട്ട് ചെയ്ത ജനങ്ങളോട് 2020 എന്നൊരു പാർട്ടി ആയിട്ടാണ് വോട്ട് ചോദിച്ചത്. 2020 പ്ലസ് BJP എന്നുള്ള രീതിയിലല്ല വോട്ട് ചോദിച്ചത്. 2020 പ്ലസ് BJPക്ക് അല്ല ആൾക്കാർ വോട്ട് ചെയ്തത്, 2020 പാർട്ടിക്കാണ് വോട്ട് ചെയ്തേക്കണേ. അപ്പൊ ശരിക്കും ജനവഞ്ചന തന്നെയല്ലേ അത്? 2020 BJPയുടെ റിക്രൂട്ട്മെന്റ് ഏജന്റാണ് എന്ന് പറഞ്ഞത് ഇപ്പൊ ശരിവെക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ശരിവെക്കുന്നുണ്ട്. കോൺഗ്രസിന് എന്തെങ്കിലും ഭാരവാഹിത്വം കൊടുക്കുന്നുണ്ടായിരുന്നു? ഇപ്പൊ തൽക്കാലം അതിനെ കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇനി കൂടുതൽ ആളുകൾ രാജിവെക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ കടക്കുന്ന സമയമാണ് ഇപ്പോൾ. കൂടുതൽ ആൾക്കാർ രാജിവെക്കാൻ സാധ്യതയുണ്ട്. 2020 എന്ന ഒരു അരാഷ്ട്രീയ സംഘടന എന്ന് പലരും പറയുമ്പോഴും അന്നൊക്കെ ഞങ്ങൾ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ രാഷ്ട്രീയ സംഘടന എന്താണ് എന്നൊക്കെ ഞങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ അരാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ളത് ഞങ്ങളുടെ അനുഭവത്തിലൂടെ കാലം തെളിയിച്ചു. കാരണം മറ്റുള്ള പാർട്ടിയുടെ MLA ആവട്ടെ MP ആവട്ടെ അവരുടെ കൂടെ ഒന്നും ഒരു സ്റ്റേജ് ഷെയർ ചെയ്യോ അവരുടെ ഫണ്ടുകൾ വാങ്ങാൻ അനുവദിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘടന എന്ന് പറയുമ്പോൾ അത് തീർത്തും രാഷ്ട്രീയ സംഘടന തന്നെയാണ്. നമുക്ക് ഒരു വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവർക്കെല്ലാം തന്നെ MLAയുടെ ഫണ്ട് വേണം, MPയുടെ ഫണ്ട് വേണം. ഇതിനൊന്നും തന്നെ നമുക്ക് പെർമിഷൻ ഇല്ല. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് വികസനം നടക്കുകയുള്ളൂ. ആ ഒരു ലക്ഷ്യത്തിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഇനി ഇദ്ദേഹം തന്നെയാണെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ ഒന്ന് സ്റ്റേജ് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പണിഷ്മെന്റ് ഒക്കെ കിട്ടിയിരിക്കുന്ന ആൾ തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ലൈവായിട്ട് അത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഈ MLA-മാരെയൊക്കെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം അത് നിങ്ങൾ കൂട്ടായിട്ടെടുത്താണോ? ആര് കൂട്ടായിട്ട് ഒരു തീരുമാനം എടുക്കുന്നൊന്നുമില്ല. അതായത് പാർട്ടി പ്രസിഡന്റ് പറയുന്നു, എല്ലാവരും അതിന് ഓക്കെ അടിക്കുന്നു. അല്ലാതെ എതിർത്തൊരു കാര്യം പറയാനായിട്ട് ഈ പാർട്ടി പ്രസിഡന്റ് ഫണ്ട് ചെലവാക്കുന്നു, ഇലക്ഷൻ നിർത്തുന്നു, അവര് തന്നെ ഫ്ലെക്സ് അടിക്കുന്നു, ചെലവുകളൊക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആർക്കും തിരിച്ചൊരു കാര്യം ചോദിക്കാനോ അവരുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല ഈ പാർട്ടിയിൽ. കോൺഗ്രസിലേക്ക് വരാൻ കാരണം കോൺഗ്രസ് ഞങ്ങളുടെ ഈ 2020 എന്ന് പറയുന്ന പാർട്ടിയിൽ ഞങ്ങൾ വന്നിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പും ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ കുടുംബം തന്നെ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയില്ല തന്നെയാണെന്ന് തോന്നി എന്നുകൊണ്ട് മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അതെ, 2020 NDAയിൽ ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നീക്കം മാർക്ക് ഗുണം ചെയ്യും? അത് നമുക്ക് സംശയം ഇല്ല, കോൺഗ്രസിന് തന്നെ ഗുണം ചെയ്യും. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ 2020യുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ഭാരവാഹികൾ കൂട്ടത്തോടുകൂടി കോൺഗ്രസിലേക്ക് വരുമെന്നുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. നിരവധി ആളുകളെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ഞങ്ങളെയും അവർ ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടി നേതാക്കളെ പ്രാദേശികമായി ഇപ്പോൾ പലരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. DCC ജനറൽ സെക്രട്ടറിയും UDFന്റെ ചെയർമാനുമാണ് ശ്രീ CP ജോയി സാറ്. 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ പോൾസൺ പീറ്ററും KV എൽദോയും ഇവിടെ ഉണ്ട്. ഇവരെല്ലാം പ്രാദേശികമായി ഞങ്ങൾ ഇനി 2020-ൽ ഞങ്ങൾ ഇനി തിരിച്ചു കോൺഗ്രസിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം പേഴ്സണലി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പഞ്ചായത്ത് മെമ്പർമാർ കൂടുതലും സ്ത്രീകളായിട്ട് വിജയിച്ചവരാണ്. അവർക്ക് ചില കൂടിയാലോചനകൾ വേണ്ടിവരും. വീട്ടിലെ സമ്മതം, അതേപോലെ തന്നെ വോട്ട് ചെയ്ത ആളുകളുടെ സമ്മതം, അങ്ങനെയുള്ള ആലോചനകൾക്ക് ശേഷം തീർച്ചയായും കോൺഗ്രസിലേക്ക് UDFിലേക്ക് വരാമെന്നാണ് പലരും അറിയിച്ചിട്ടുള്ളത്. അത് ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ പലയിടത്തും പല തീരുമാനങ്ങളും ഉണ്ടാകും. ഇപ്പോൾ പെട്ടെന്ന് ഇന്നേ ദിവസം 2020യുടെ BJP പ്രവേശനത്തിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ 2020യുടെ പ്രധാന സംഘാടകരായിരുന്ന ജനപ്രതിനിധികളായിരുന്നവരാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ആദ്യഘട്ടത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഇത് സാബു M ജേക്കബിന്റെ പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന ഒരു തീരുമാനമായിരിക്കും. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം സാബു M ജേക്കബിന് ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കാൻ യാതൊരു രീതിയിലുമുള്ള ശക്തിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സാബു M ജേക്കബ് BJP മുന്നണിയിലേക്ക് പോയത്. ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കുമില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടാണ്
അരാഷ്ട്രീയ സംഘടനയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആളെ കൂട്ടിയത്. അതിലാകൃഷ്ടരായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിലുള്ള പലരും അതിൽ ജോയിൻ ചെയ്തത്. BJPയുടെ ലക്ഷ്യം എന്താണെന്നറിയാം. കുന്നത്തുനാട് നിയോജകമണ്ഡലം ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള ഒരു നിയോജകമണ്ഡലമാണ്. ശ്രീ TH മുസ്തഫ 25 വർഷം MLA ആയിരുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ നിരവധി പട്ടികജാതിക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് BJPക്ക് ഡയറക്റ്റായി കയറാൻ യാതൊരു മാർഗവുമില്ല. അവർക്ക് 7000-ലധികം വോട്ട് ഇവിടെ BJPക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്ത ഒരു സ്ഥലമാണ്. അതിന്റെ ഒരു അതിലേക്ക് എങ്ങനെ കയറാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് സാബു M ജേക്കബിലൂടെ BJPയുടെ നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു കാരണവശാലും ആ പരിപ്പ് ഇവിടെ വേകില്ല. കാരണം ഇവിടെയുള്ളവരെല്ലാം മതേതരവാദികളാണ്. മതേതരവാദികളായിട്ടുള്ള ആളുകൾ 100% കോൺഗ്രസിൽ നിന്ന് പോയ ആളുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരും. ഇവിടെ റസീന പരീദ് പറഞ്ഞ പോലെ ഇത് ഇന്നലെയോ മിനിങ്ങാന്നോ എടുത്ത തീരുമാനമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിന്റെ ചർച്ചകൾ BJPയിലെ ദേശീയ നേതൃത്വവുമായി നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള ആളുകളുടെ വോട്ട് വാങ്ങി വിജയിച്ചതിന് ശേഷം അവരെയെല്ലാം വഞ്ചിച്ചുകൊണ്ടാണ് സാബു M ജേക്കബ് ഇപ്പോൾ BJPയിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ബിസിനസിന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒന്നാണ്. ജനങ്ങളുടെ താല്പര്യമൊന്നും അദ്ദേഹത്തിന് യാതൊരു വിഷയവുമില്ല. ജനങ്ങളെ ഒരു കിറ്റ് കൊടുത്ത് അവരുടെ വിഷയം പരിഹരിക്കുക, അല്ലെങ്കിൽ ഈ എതിർപ്പുകൾ ഇല്ലാതാക്കാമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വ്യാമോഹിച്ചതുപോലെ ഇക്കുറി ഒരു കിറ്റുമായി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ നിന്നും BJP പ്രവേശനത്തിന്റെ പേരിൽ അവരെ ആട്ടിപ്പായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ കാണാൻ പോകുന്ന കാര്യമാണ്. ഈ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ അല്ലെങ്കിൽ ജനങ്ങളെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ പാവങ്ങളെ പറ്റിക്കുന്നത് കുറച്ച് പച്ചക്കറിയും കുറച്ച് കറി പൗഡറും കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഈ പാവങ്ങളെ വീണ്ടും തരും എന്ന് പ്രലോഭിപ്പിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ കിറ്റുകളിലും ഒരു നോട്ടീസ് ഇട്ടിരുന്നത്. എന്താണ് നോട്ടീസ്? ആ നോട്ടീസിൽ പറഞ്ഞിരുന്നത് ഡിസംബർ 20 വീണ്ടും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറക്കും, നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ സാധനങ്ങൾ അവിടുന്ന് വാങ്ങാൻ കഴിയും. പക്ഷേ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് റസീന പരീദ് പറഞ്ഞ പോലെ തുറന്നതല്ലാതെ ജനങ്ങൾക്ക് വേണ്ട ഒരു അത്യാവശ്യ സാധനവും ഇല്ല. കുറച്ച് തക്കാളിയും പച്ചമുളകും വഴുതനങ്ങയും ഒക്കെയാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ളത്. അമേരിക്കയിലേക്ക് കയറ്റുമതി നിന്നപ്പോൾ ചെലവാകാതിരിക്കുന്ന കുറെ കിറ്റക്സിന്റെ തുണിത്തരങ്ങളും അവിടെ ഇട്ട് വിൽക്കുന്നുണ്ട്. ആ തുണിത്തരങ്ങളൊന്നും ഇവിടെയുള്ള ആളുകൾക്ക് ആവശ്യത്തിന് വാങ്ങാൻ ആവശ്യമുള്ള സാധനങ്ങളല്ല, കുട്ടി ഉടുപ്പുകളാണ്. അതൊക്കെ അമേരിക്കയിലാണ് കൂടുതലും ചെലവാകുന്നത്. അപ്പോൾ തന്റെ ബിസിനസ് എല്ലാം അവതാളത്തിലായെന്ന് കണ്ടപ്പോൾ പിടിച്ചു നിൽപ്പിന് വേണ്ടി മാത്രം ഇപ്പോൾ BJP മുന്നണിയിലേക്ക് പോയി ഇവിടുത്തെ മതേതര ശക്തികളെയും മതേതരവാദികളെയും അവിടെ എത്തിക്കാമെന്ന് അച്ചാരം വാങ്ങി ഇപ്പോൾ സാബു M ജേക്കബ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം 0 ആയി പോകുന്നതിന് ഉള്ള അവസരമാണ് ഇപ്പോൾ BJP പ്രവേശനം. അത് വരും ദിവസങ്ങളിൽ കാണാം. ഒരു സംഘടനയിൽ ചേരുമ്പോൾ ചെറിയ ആളുകൾ കുറച്ച് ആളുകൾ പോയാലും പ്രശ്നമില്ല എന്ന് പറയുന്ന സാബു M ജേക്കബ് വരും ദിവസങ്ങളിൽ സാബുവിന്റെ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഈ കുന്നത്ത് നാട്ടിൽ ആദ്യം കാണാം. പിന്നീട് ബാക്കിയുള്ള നിയോജക മണ്ഡലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തി കുറെ കാശ് കൊടുക്കുമ്പോൾ കുറച്ച് വോട്ടുകൾ ഈ നോട്ടയ്ക്ക് കിട്ടുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷൻ അടക്കം കിട്ടിയിട്ടുണ്ട്. എന്തെല്ലാം പ്രഖ്യാപനമായിരുന്നു! ആ പ്രഖ്യാപനം നടത്തി ഏതെങ്കിലും പഞ്ചായത്തിൽ ഇവിടെ ഒഴിച്ച് വേറെ ഏതെങ്കിലും പഞ്ചായത്തിൽ പച്ച തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോ ഇനി അങ്ങനെയാണ് ഇനി മുന്നോട്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് BJP ആശ്രയം, അതല്ലാതെ മറ്റാശ്രയമില്ല. ഇതിന്റെ പേരിൽ വളരെ നേരത്തെ തന്നെ ചർച്ചകൾ നടന്നിരുന്നു, ഡിസ്കഷൻ നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ BJP പ്രവേശനം വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുക്കുന്ന തീരുമാനം ഈ സാബു M ജേക്കബിന്റെ BJP പ്രവേശനത്തിനെതിരായിട്ടുള്ള ജനവികാരമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒന്നിലുമില്ല നിഷ്പക്ഷരായ ആളുകളും മതേതരവാദികളും ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് സ്വർഗലോകം നൽകാം എന്ന് പറഞ്ഞ ആ വാഗ്ദാനമൊന്നും ഇനി ഏശുകയില്ല. സംഘപരിവാറിന്റെ കാൽക്കീഴിൽ കൊണ്ട് കെട്ടാനുള്ള സാബു M ജേക്കബിന്റെ ഈ കുന്നത്ത് നാട്ടിലെ മതേതര വിശ്വാസികളുടെ കൊണ്ടുപോകാനുള്ള തീരുമാനം അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകും. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. വടവുകോട് പുത്തൻകുരിശിൽ UDF ആവശ്യപ്പെടാതെ തന്നെ പിന്തുണ നൽകിയതാണ്. ഒരു കാര്യം പറയാം, ഈ പറയുന്ന പഞ്ചായത്തുകളിലെ മെമ്പർമാർ വളരെ ചുരുക്കം മാത്രമേ 2020യോടൊപ്പം നിൽക്കുകയുള്ളൂ. 2020 സഖ്യം അവര് BJP പക്ഷത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അന്നേരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉചിതമായ തീരുമാനം എടുത്തിരിക്കും.
ഞങ്ങൾ ആ കാര്യത്തിലൊന്നും അധികാരത്തിന്റെ പിറകെ കടിച്ചു തൂങ്ങുന്നവരല്ല. അതുകൊണ്ട് ആ പിന്തുണ നൽകി ഈ വടകോട് പുത്തൻകുരിശ് മാത്രമല്ലല്ലോ, മഴവന്നൂർ പഞ്ചായത്തിൽ 2020 LDF വോട്ട് ചെയ്തില്ലേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പിൽ? അതെന്താ വർഗീസ് കുട്ടി പറയാത്തത്? അപ്പം മഴവന്നൂർ പഞ്ചായത്തിൽ 2020 LDFന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് വോട്ട് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയും ഇത് മാത്രം പറയുകയും ചെയ്യുന്നത് അത് ശരിയല്ല. ഞങ്ങൾ കോൺഗ്രസിന്റെ തീരുമാനം അതിൻ്റെ അകത്തൊക്കെ കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്, എടുക്കേണ്ട സമയത്ത് കൃത്യമായി എടുത്തിരിക്കും. പഞ്ചായത്തിലെ കോലഞ്ചേരി ഡിവിഷനിലെ 20 സ്ഥാനാർത്ഥി BDJ സ്ഥാനാർത്ഥി പറഞ്ഞ ശരിയാണോ? അത് ശരിയാണ്. ഇത്തരങ്ങൾ ആർക്കും ആവശ്യമില്ല എന്ന് അദ്ദേഹം താങ്കൾ പറയണ്ടേ? ആവശ്യമില്ലാത്തതുകൊണ്ടല്ലോ എങ്ങനെ അവിടുത്തെ മാർക്കറ്റ് ആർക്കും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. സ്ഥലം എവിടെ പോയി തുണി വാങ്ങിച്ചെന്ന് പറയുന്നുണ്ടോ? പിന്നെ ആവശ്യമില്ലാത്തതുകൊണ്ടല്ലോ. അല്ല, അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനം അവിടെ ഉണ്ടായിരിക്കും. അത് വാങ്ങിയത് എന്താണെന്നും പുള്ളി ഫേസ്ബുക്കിൽ ഇട്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല. CSR ഫണ്ട് വഴിമാറ്റി 2020 പേരിൽ ചെലവഴിച്ചതിന്റെ പേരിൽ ED അദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്നുള്ള ഒരു ഭയാശങ്ക കൊണ്ടല്ലേ അദ്ദേഹം ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറിയത്? BJPയിലേക്ക് പോയതിന്റെ പിന്നിൽ ഒട്ടനവധി ഈ കാരണങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടാണല്ലോ ഇപ്പോൾ BJP മുന്നണിയിൽ പോയി ചാടിയത്. അപ്പോൾ അദ്ദേഹം ഈ ശക്തി കാണിക്കാൻ വേണ്ടി ഈ കുന്നത്ത് നാട്ടിലെ സാധാരണ വോട്ടർമാരെ ഒന്നും കിട്ടണമെന്ന് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കമ്പനി തൊഴിലാളികളെയൊക്കെ വെച്ചുകൊണ്ട്, ഭായിമാരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ശക്തി പ്രകടനം ഇനിയും നടത്തുമായിരിക്കും. ശമ്പളം വാങ്ങി നിൽക്കുന്ന ഈ മെമ്പർമാരെ ജനപ്രതിനിധികളാരെങ്കിലും രാജിവെച്ച് പോരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. 2020 BJP എന്നൊരു ലേബലിലല്ലല്ലോ അവർ മത്സരിച്ചേ. 2020 ഒറ്റ കക്ഷിയായിട്ട് നിന്നല്ലേ മത്സരിച്ചേ. ഇപ്പോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ 2020യിൽ നിന്നും സാമ്പത്തിക ആനുകൂല്യങ്ങൾ പറ്റുന്നവർ മാത്രമേ ഇപ്പോൾ അവിടെ ഒട്ടു നിൽക്കുന്നുള്ളൂ. അല്ലാത്ത ആളുകൾ, ഇതൊരു നല്ല സംഘടനയെന്ന് തോന്നി പ്രവർത്തിക്കുന്ന റിട്ടയർ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, പലതരത്തിലുള്ള ആളുകൾ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഒരു നല്ല സംഘടനയാണ്, നല്ലത് ചെയ്യുമെന്ന് കരുതി ചേർന്നവരാണ്. അവരൊക്കെ തിരിച്ച് റിവേഴ്സ് അടിച്ചു പോന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ശമ്പളം കിട്ടുന്ന അല്ലെങ്കിൽ താൽക്കാലികമായ സാമ്പത്തിക ലാഭം കിട്ടുന്ന കുറേ ആളുകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരിൽ പോലും മനംമാറ്റം വന്നിരിക്കുകയാണ്. അവരിൽ പലരും മാറി വരും. ഇപ്പം നാസർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെങ്ങോല ഡിവിഷനിലായിരുന്നു. ആ വെങ്ങോല ഡിവിഷനിലെ PA നാസർ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം 2020യിൽ നിന്ന് രാജിവെച്ചു എന്നുള്ളത്. അത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് വരാൻ പറ്റാത്തത്. അദ്ദേഹം ദൂരെ ഒരു സ്ഥലത്താണ്. അതിലായിരുന്നെങ്കിൽ വന്നേനെ എന്ന് പറഞ്ഞു. അപ്പോൾ PM നാസർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, PM നാസർ 10,000 വോട്ടിന് ജയിച്ച സ്ഥലത്താണ് ഈ പ്രാവശ്യം അതേ ഡിവിഷനിൽ UDF സുമയ്യ 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. കോലഞ്ചേരി ഡിവിഷൻ 2020 ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്? അപ്പോൾ 2020യിൽ നിന്നും എല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം പൊക്കോണ്ടിരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി മാത്രമാണിത്. പക്ഷെ ആ പിടിവള്ളിയിൽ പിടിച്ചാൽ സാബു M. ജേക്കബ് ഒരിക്കലും ഈ പ്രാവശ്യം രക്ഷപ്പെടില്ല. താൽക്കാലികമായി കുറച്ചു ദിവസത്തേക്ക് പിടിച്ചു നിൽക്കാം. ആത്യന്തികമായി അവരോടൊപ്പം നിന്നിരുന്ന ആളുകൾ, ഇവിടാണല്ലോ അവരുടെ ബേസ് എന്ന് പറയുന്നത്, അതെല്ലാം ഒലിച്ചു പോകും. നാളെ ഒരു പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളാകാൻ പോലും 2020ക്ക് ആളുണ്ടാവില്ല. V4 കൊച്ചിയുടെ സ്ഥിതി എന്തായി ഈ പ്രാവശ്യം? V4 കൊച്ചിക്ക് കൊച്ചിൻ കോർപ്പറേഷനിൽ ഒരു സീറ്റിലെങ്കിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ കിട്ടിയോ ഈ പ്രാവശ്യം? ഈ അതേ സ്ഥിതി തന്നെ ഈ 2020ക്ക് വരും ദിവസങ്ങളിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കൃത്യമായി പറയാനുള്ളത്. 2020 നേതൃത്വം പറയുന്നത് മുസ്ലിം വിഭാഗം മാത്രമാണ് പോകുന്നുള്ളൂ, മറ്റു വിഭാഗങ്ങൾ പോകുന്നില്ല. സാധ്യതയെന്നാണ് അവരുടെ നിലപാട്. എന്തായിരിക്കും അങ്ങനെ കാരണം? എല്ലാവരും പോലും പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും ഒക്കെ വരും. കാരണം ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാകുമ്പോഴല്ലേ വരുള്ളൂ. ഇന്നലെ 6 മാസം മുമ്പേ ഇവർ കണക്കുകൂട്ടിയാണ്. ഞാൻ 2020യുടെ സജീവ പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഈ ലോയൽറ്റി കാർഡ് എന്നും പറഞ്ഞ് ഇവരൊരു ഫോം അടിച്ചു തന്നിട്ട് വാർഡ് മെമ്പറെ കിറ്റക്സിൽ 200 എക്സിക്യൂട്ടീവുകളെയാണ് ഇവർ വെച്ചേക്കുന്നത്. ഓരോ വാർഡിലും 5-6 പേർക്ക് ചുമതല കൊടുത്തിട്ട്
അവരോട് പറയും ഒരു ദിവസം 20 വീട് കയറാനാണ് പറഞ്ഞത്. വാർഡ് മെമ്പർ, വാർഡ് പ്രസിഡന്റ്, അതുപോലെ കിറ്റക്സിന്റെ എക്സിക്യൂട്ടീവ്, ഇത്രയും പേര് ഓരോ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിൽ എത്ര പേരുണ്ട്, അവരുടെ തൊഴിലെന്താണ്, അവരുടെ റേഷൻ കാർഡിന്റെ കോപ്പി, ആധാർ കാർഡുകളുടെ കോപ്പി, അതുപോലെ വരുമാനം എത്രയുണ്ട്, അവർക്ക് എന്തൊക്കെയുണ്ട്, മക്കളാർക്ക് ഗൾഫിലുണ്ട്, അവരുടെ ജാതി, മതം, ഇതെല്ലാം കോളം തിരിച്ച് ഒരു ഡേറ്റ അവർ തയ്യാറാക്കി. അവർ പറഞ്ഞ് ലോയൽറ്റി കാർഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ പോലെ മറ്റൊരു കാർഡ് കൊടുക്കുന്നതായിരുന്നു. ഈ ഡേറ്റയെല്ലാം കൃത്യമായിട്ട് എക്സിക്യൂട്ടീവുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വാർഡ് മെമ്പറെ കൊണ്ടും അല്ലാണ്ട് മറ്റുള്ള അപ്പം ഞങ്ങളുടെ വാർഡ് മെമ്പറെ നിജ ബൈജു ചോദിച്ചു, ഇത് ഈ ജാതി മതം അത് ശരിയായ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞത് നിജ ബൈജുവിന് 20,000 രൂപയായിരുന്നു മുതലാളി എല്ലാവർക്കും കൊടുക്കേണ്ടത്, ശമ്പളം കൊടുക്കേണ്ടത് 20,000 രൂപയാണ്. 5,000 ചോദ്യം ചോദിച്ചാൽ 5,000 രൂപ കട്ട് ചെയ്തു. ഈ ജാതി മതം കൊണ്ട് നാട്ടുകാരുടെ ഇടയിലേക്ക് ചെല്ലാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞാൽ 5,000 രൂപ കട്ട് ചെയ്തു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വാർഡിൽ ഒരു 9 വയസ്സ് ഉള്ള ഒരു കൊച്ചിന് ക്യാൻസർ ബാധിച്ചു. സ്വാഭാവികമായിട്ടും നാട്ടുകാരെല്ലാവരോടും കൂടിയാലോ സഹായിക്കണേ. ആ കൊച്ചിന്റെ അമ്മ വാർഡ് മെമ്പറെ വിളിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, മോളെ എൻ്റെ കൊച്ചിന് ഇങ്ങനെ അസുഖമാണ്, പൈസ ചികിത്സിക്കില്ല. അപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞു, ചേച്ചി കുഴപ്പമില്ല, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. CPM, കോൺഗ്രസ്, ആ ജയിൻചേർന്നൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരും അവിടെ കൂടി ഞങ്ങൾ അവിടെ ലൈബ്രറിയിൽ വെച്ചൊരു മീറ്റിംഗ് വെച്ചു. അപ്പോൾ തന്നെ വാർഡ് മെമ്പർക്ക് കോൾ വന്നു, ഓഫീസിൽ നിന്ന് പോകരുതെന്ന്. ഞങ്ങൾ ആ 22 മെമ്പർ ഇല്ലാണ്ട് ഞങ്ങൾ അവിടെ കൂടി മെമ്പർ പുറത്തുനിന്ന് സഹായിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരോടും കൂടി ഫണ്ട് സ്വരൂപിച്ച് ആ കൊച്ചിൻ്റെ ചികിത്സ നടത്തി ആ കൊച്ചു ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. ഇതുപോലെ ഒരു മനുഷ്യനെ സഹായിക്കാനായിട്ട് പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ. PR വർക്കിൽ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു ഇതും ചെയ്തിട്ടില്ല. 450 കിറ്റ് വെച്ച് ഓരോ വാർഡിലേക്കും കൊടുത്തിട്ടുണ്ട് ഈ ഇലക്ഷന് തലയാഴ്ച. ആ വാർഡുകളിലൊന്നും 300 വോട്ട് 350 വോട്ടിലേക്ക് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായതുകൊണ്ടാണ്. ഇത് കിറ്റ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് യാതൊരു ജനാധിപത്യ പ്രവർത്തനമില്ല. 4 മാസം മുമ്പേ തീരുമാനിച്ചിരുന്നു BJPയിലേക്ക് പോകാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ആളുകളെ കൊണ്ട് BJPക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു. ഇത്ര ന്യൂനപക്ഷങ്ങളുണ്ട്, ഇത്ര ക്രിസ്ത്യാനി ഉണ്ട്, അതിനകത്ത് ഇത്ര യാക്കോബിറ്റ് ഉണ്ട്, ഇത്ര ഓർത്തഡോക്സ് ഉണ്ട്, കത്തോലിക്കർ ഇത്ര പേരുണ്ട്, ജമാഅത്ത് എത്രയുണ്ടെന്നുള്ള കൃത്യമായ കണക്ക് BJPക്ക് കൊടുത്തിട്ട് വിറ്റതാണ്. കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിന് വിറ്റതാണ് ഇപ്പോൾ കണ്ട കാഴ്ച. ഐക്യനാട് ഗ്രാമപഞ്ചായത്തിലെ കുന്നത്താട് മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ഈ 2020ലേക്ക് വന്ന പ്രവർത്തകർ കോൺഗ്രസ് അനുഭാവികളാണ്. ആ കോൺഗ്രസ് അനുഭാവികൾ ഇനി ഇപ്പം ഈ BJPയിലേക്ക് പോയതുകൊണ്ട് 2020 പാർട്ടി BJPയിലേക്ക് പോയതുകൊണ്ട് അത് തിരിച്ചു വരാനുള്ള എല്ലാവരും പെട്ടെന്ന് വരാനുള്ള ഒരു സാഹചര്യം അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വിളിച്ച് ഇങ്ങോട്ട് ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. പെട്ടെന്ന് അവർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ ആരോടും കൂടി ആലോചിക്കാതെ ഒറ്റയ്ക്ക് എടുത്ത ഒരു തീരുമാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇപ്പം ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇവിടെ UDF വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. കാരണം ഈ എതിർപ്പ് ആ വോട്ടിലൂടെ അത് പ്രതിഫലിക്കും. അപ്പം അതുകൊണ്ട് ഈ നിലവിലുള്ള കോൺഗ്രസിൽ നിന്ന് 2020ലേക്ക് പോയവർ എല്ലാവരും മാനസികമായിട്ട് ഇപ്പോഴേ തയ്യാറെടുത്ത് കഴിഞ്ഞു തിരിച്ച് കോൺഗ്രസിലേക്ക് വരുന്ന കാര്യം മനസ്സുകൊണ്ട് തന്നെ. അപ്പോൾ അത് വോട്ട് ഈ നിയമസഭാ ഇലക്ഷനിൽ അത് പ്രതിഫലിക്കും. വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ UDF ഇവിടെ വിജയിക്കും. ഇപ്പം ഈ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർമാർ ഇപ്പം 2020യുടെ പേര് പറഞ്ഞ് മെമ്പറായവർ അവരിനി നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ BJPക്ക് വേണ്ടി വോട്ട് ചോദിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അവരുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഞാനും അവരെ പോലെ ഒരു മെമ്പറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവരുടെ മാനസിക നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം അവരിനി എന്ത് ചെയ്യും? BJPക്ക് വേണ്ടി വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മറുപടി എന്തായിരിക്കും ജനങ്ങളിൽ നിന്ന്? അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും കോൺഗ്രസ് വലിയൊരു രീതിയിലേക്ക് ഈ കുന്നത്താട് മണ്ഡലം വലിയ രീതിയിലുള്ള ഒരു വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാം.